നമുക്കിവിടെ എളുപ്പത്തിൽ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചൂടുകാലമൊക്കെ ആണല്ലോ, ഇപ്പം നല്ല വില കുറച്ച് നാരങ്ങയൊക്കെ കിട്ടുമല്ലോ. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് നാരങ്ങ അച്ചാറിട്ട് വെക്കുന്നത്. ഞാൻ നാരങ്ങ ആവിക്കകത്ത് പുഴുങ്ങി ഇത് നല്ല പീസസ് ആക്കിയിട്ട് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വയ്ക്കും. ഇത് ആറുമ്പം നമുക്ക് ഇത് എളുപ്പത്തിൽ അച്ചാറിടാൻ ആണ്. ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചത്. 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിനകത്ത് കടുക് ഇട്ട് അത് നല്ലതായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഉലുവ ഇടാം. ഞാനിവിടെ മുഴുവൻ ഉലുവയാണ് ഇടുന്നത്. ഉലുവപ്പൊടിയും നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം, പക്ഷേ ഇവിടെ എനിക്ക് ഉലുവയാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചായിരുന്നു. അത് ഞാൻ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിവിടെ കരിവേപ്പിലയോട് അതിനകത്ത് ചേർക്കാം. ഞാനിവിടെ പൊടികളാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഞാനതിനകത്ത് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ, പിന്നെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഞാനിത് കായപ്പൊടി ആണ് എടുത്തത്. നമുക്ക് അല്ലാത്ത കായം എടുത്താലും എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇത് ജസ്റ്റ് ഒന്ന് മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ച് നമുക്കൊന്ന് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങ അതിനകത്ത് ചേർത്ത് നല്ലപോലെ അത് മിക്സ് ചെയ്യാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിനകത്ത് ഇച്ചിരി വിനാഗിരി അതിനകത്ത് ഒഴിക്കാം. അന്നേരം അത് കേടാവത്തില്ല. ഇത് ഒത്തിരി നാൾ ഇരിക്കത്തില്ല, 1-2 ആഴ്ചയെങ്കിലും നല്ലതായിട്ട് കേടില്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ അതിനകത്തൊരു സ്പൂൺ പഞ്ചസാര ഇട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ അത് ഇളക്കി നമുക്ക് അത് വെച്ചാൽ മതി. ഇത് എളുപ്പത്തിൽ റെഡിയാവുന്ന റെസിപ്പി.